30 വയസ്സിന് മുന്നേ നമ്മളെല്ലാ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇത് ഞാൻ കുറേ കാലമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ വർക്ക് ചെയ്യുന്ന ടേബിളാണ്. ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ വെച്ച സാധനം വെച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. പൊസിഷൻ മാറിയാൽ എനിക്ക് പറ്റില്ല, ഞാൻ പിന്നെയും തിരിച്ച് ആ പൊസിഷനിൽ തന്നെ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് എൻ്റെ ഈ ടേബിൾ എപ്പോഴും നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ തന്നെയാണ് എൻ്റെ ടേബിൾ എപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഒരു സമയത്ത് ഞാൻ എൻ്റെ ലൈഫിലും ഇതേ അടുക്കും ചിട്ടയും അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം വരച്ച് വെച്ച പോലെ തന്നെ എനിക്ക് വേണം, അങ്ങനെ ഒരു പിടിവാശിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് തന്നെയായിരുന്നു എൻ്റെ. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ ഒരു 18 വയസ്സ് ആ ഒരു സമയത്തൊക്കെ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ഓക്കെ, 10 വർഷം കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ലൈഫിൽ, അത് ചെയ്യണം ഇത് ചെയ്യണം, അങ്ങനെ കുറേ പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ 10 വർഷം കഴിഞ്ഞ് ഒരു 28 ഇയേഴ്സൊക്കെ ആയ സമയത്ത് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും അല്ല എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്. ഞാൻ അന്ന് എൻ്റെ പ്ലാനിൽ ഇല്ലാത്ത പല കാര്യങ്ങളും നടന്നു. ഞാൻ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും നടന്നില്ല. നടന്ന കാര്യങ്ങൾ നന്നായി വന്നില്ല. അങ്ങനെ ഞാൻ വിചാരിക്കാത്ത ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിച്ചു. എന്നുവെച്ചാൽ അതുവരെയുള്ള എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ വരച്ച വരയിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്നൊരു ലൈഫാണ്. ഒരു ഏകദേശം ഒരു 25-26 ആ ഒരു ഏജ് വരെ എൻ്റെ ലൈഫ് അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എൻ്റെ ബ്രെയിൻ അതുമായിട്ട് യൂസ്ഡായി. ഓക്കെ, ഇങ്ങനെ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ എൻ്റെ ലൈഫ് പോകുന്നത് എന്നുള്ളത് എൻ്റെ ബ്രെയിനും യൂസ്ഡായി. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പാനിക്കായി പോവും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയൊരു കാര്യമാണ്, നമ്മളെല്ലാ കാര്യങ്ങളും അങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യേണ്ട ഒരു പ്രായം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കി ഒരു 27 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ കാര്യങ്ങളും, നമ്മുടെ ലൈഫ് എന്താണ് നമ്മുടെ എയിം എല്ലാം സോർട്ട് ഔട്ട് ചെയ്യുന്നു, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ലൈഫ് പോകുന്നു. ഇതൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ വൺസ് റിയാലിറ്റിയിലേക്ക് വന്ന് ഞാനും പാനിക്ഡ് ആയ ഒരു സിറ്റുവേഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്, ശരിക്കും അങ്ങനെ നമ്മൾ എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടൊരു പ്രായം നമ്മൾ നിശ്ചയിക്കേണ്ട കാര്യമുണ്ടോ? ചിലരത് 25 ഇയേഴ്സിൽ എല്ലാം പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ഒക്കെ സെറ്റായിട്ടുണ്ടാവും ലൈഫ്. ചിലർക്ക് അതൊരു 30 വയസ്സിലായിരിക്കും നടക്കുക, ചിലർക്ക് 35 അല്ലെങ്കിൽ 40-ലായിരിക്കും നടക്കുക. പക്ഷേ നമ്മൾ ലൈഫ് സെറ്റിലാവാനോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒന്ന് വേർതിരിച്ച് എങ്ങനെ എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്ന പ്രായം എന്ന് പറയുന്നത് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മൾ ഓക്കെ 30 വയസ്സിൽ തന്നെ അത് നടക്കണം, അങ്ങനൊരു നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം. ഇപ്പം എൻ്റെ പല ദിവസങ്ങളും ശരിക്കും പറഞ്ഞാൽ ഞാൻ രാത്രി കിടക്കാൻ നേരത്തെ ഞാൻ ചിന്തിക്കും, ഞാൻ എന്താ സത്യത്തിൽ ഇന്ന് ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഓക്കെ, എന്തൊക്കെയോ ഉണ്ടാക്കി കഴിച്ചു, ഞാൻ വർക്ക് ചെയ്തു, കുറേ മീറ്റിങ്സ് അറ്റൻഡ് ചെയ്തു, അടുത്ത ദിവസത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കി, ദാറ്റ്സ് ഓൾ. അത്രേ എൻ്റെ ഒരു ദിവസം ചിലപ്പോൾ എനിക്ക് അത്രേ സംഭവിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷേ ദാറ്റ്സ് ഓക്കെ. എല്ലാ ദിവസവും നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റണം എന്നില്ല, എല്ലാ ദിവസത്തിനും നമുക്ക് അനുഭവിച്ച് അറിയാൻ പറ്റണം എന്നില്ല. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, ഗോ വിത്ത് ദ ഫ്ലോ എന്നുള്ള രീതിയിൽ ചില ദിവസങ്ങളുണ്ടാവും. നമ്മുടെ മുന്നിലേക്ക് വരുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ചിലപ്പോൾ പ്രീ പ്ലാൻ ചെയ്ത് വെച്ച പല കാര്യങ്ങളും അന്നേ ദിവസം സംഭവിച്ചോളണമെന്നില്ല. പക്ഷേ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അത് ഓക്കെ ആണ് എന്നുള്ളത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്, നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മളെ തന്നെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. ചില സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് പുറകോട്ട് വലിയും. അപ്പം നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ മൈൻഡിനെ ഹാൻഡിൽ ചെയ്യുക. നമ്മളതിന് കുറേ പ്രഷർ കൊടുത്ത് ചെയ്യണം എന്ന് കുറേ നമ്മൾ നമ്മുടെ മൈൻഡിനെ നിർബന്ധിച്ചിട്ട് കാര്യമില്ല. കുറച്ചൊക്കെ അതിൻ്റെ വഴിക്ക് വിടണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സും കല്യാണം കഴിച്ചു, കുട്ടികളായി, വീട് വെച്ചവരുണ്ട്, സ്വന്തമായിട്ട് വണ്ടി വാങ്ങിച്ചവരുണ്ട്. അങ്ങനെ പല രീതിയിൽ ലൈഫിലെ പല കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഇതിലൊന്നും പോലും സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് സ്വന്തമായിട്ട് വീടില്ല, സ്വന്തമായിട്ട് വണ്ടിയില്ല, എന്താണ് പറയുക, എനിക്ക് കുട്ടികളില്ല, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഞാനൊരു റെൻറ്റഡ് സ്പേസിലാണ് താമസിക്കുന്നത്, ഞാൻ എൻ്റെ പാരൻസിൻ്റെ ഒപ്പമല്ല നിൽക്കുന്നത്, വേറെ ഒരു നാട്ടിലാണ്. ഞാൻ എൻ്റെ കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് എനിക്കെന്താണ് വേണ്ടതെന്ന് ഇപ്പോഴും എന്താ പറയുക, ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്കെന്താ വേണ്ടതെന്നുള്ളത്.
അപ്പോൾ പലരുടെയും ലൈഫ് പല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ഞങ്ങളെല്ലാവരും ഒരേ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ച് ഒരുമിച്ച് നിന്ന് പഠിച്ചവരാണ്. നമ്മൾ ഒരുമിച്ച് പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുക, തമാശ പറയുക, ഇതെല്ലാം ചെയ്തിട്ടുള്ളവരായിരിക്കും. പക്ഷേ വൺസ് അവിടെ നിന്ന് നമ്മൾ മാറി നമ്മൾ ലൈഫിനെ ഫേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പലരുടെയും പേസ് പലതായിരിക്കും. പലരും എത്തിപ്പെടുന്നത് പല സാഹചര്യങ്ങളിലായിരിക്കും. ചിലർക്ക് ചില കാര്യങ്ങൾ നേരത്തെ നടക്കും, ചിലർക്കത് വൈകിയായിരിക്കും നടക്കുക. പക്ഷേ ദാറ്റ് ഡസൻ മീൻ നമ്മൾ ലൈഫിലൊന്നും ആയില്ല, അല്ലെങ്കിൽ നമ്മൾ ലൈഫിലൊന്നും നേടിയില്ല, അങ്ങനെ ഒരു അർത്ഥമില്ല അതിന്. ഇപ്പോൾ നമ്മൾ ഇന്നലത്തെക്കാട്ടിലും എൻ്റെ ഒരു ബെറ്റർ വേർഷനാണ് ഞാൻ ഇന്ന് എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ കാര്യമാണ്. സോ ഐ വുഡ് സേ ബെറ്റർ ടേക്ക് യുവർ ഓൺ ടൈം. നമ്മൾ ആരുടെയും ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഓടണ്ട. നമ്മൾ നമ്മുടെ പേസിൽ ഓടുക. നമ്മൾ നമ്മുടെ ലൈഫിനെ ഡിസ്കവർ ചെയ്യുക. വേറെ ആരുമായിട്ടും കമ്പയർ ചെയ്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ തളർത്താണ്ടിരിക്കുക. ഡു കെയർ അബൌട്ട് യുവർ മെൻ്റൽ ഹെൽത്ത്. നമ്മൾ അച്ചീവ് ചെയ്യേണ്ടതെല്ലാം സമയമാകുമ്പം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. വേറൊരാളുടെ അതേ പേസിൽ ഓടി നമ്മൾ തളർന്നു പോകരുത്. സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊരു പ്രായമില്ല. അത് 25 വയസ്സിലാവാം, 30 വയസ്സിലാവാം, ചിലപ്പോൾ 50 വയസ്സിലും ആവാം. നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫാണ്, നമ്മുടെ ലൈഫിൻ്റെ എയിം എന്താണെന്ന് നമ്മളാണ് കണ്ടുപിടിക്കേണ്ടത്. അത് വേറൊരാളുടെ ലൈഫ് പോലെ ആയിരിക്കില്ല നമ്മുടെ ലൈഫ്. സോ നമ്മൾ ഇപ്പോൾ ഉള്ള സമയം അതാലോചിച്ച് നമ്മൾ ഡൗൺ ആവാതെ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ ആകാം എന്ന് ചിന്തിച്ചാൽ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാവും, ആ ഒരു പ്രഷർ ഒഴിവാവും എനിക്ക് തോന്നുന്നു. കാരണം സൊസൈറ്റിയിൽ നിന്ന് എപ്പോഴും നമുക്ക് ആ ഒരു പ്രഷറുണ്ട്. നമ്മൾക്ക് ഇത്രയും പ്രായമായില്ലേ, ഇതുവരെ ലൈഫ് സോർട്ട് ഔട്ട് ആയില്ല, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്. സോ ഡോണ്ട് കെയർ അബൌട്ട് ദോസ് ക്വസ്റ്റ്യൻസ്, ലീവ് യുവർ ലൈഫ്.